നമസ്കാരം. ചിത്തിര നക്ഷത്രക്കാർക്ക് 2026 എപ്രകാരമായിരിക്കും എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കന്നിക്കൂറുകാർക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങൾ 2026 പ്രതീക്ഷിക്കാം. തുലാം കൂറുകാർക്ക് അല്പം തടസ്സങ്ങൾ നേരിട്ടാലും കാര്യങ്ങൾ കുഴപ്പമില്ലാത്തതായ വർഷം തന്നെയായി മാറാം. വർഷാദ്യം ഗുണാനുഭവങ്ങൾ വന്ന് ചേരാവുന്ന ഒരു സമയം തന്നെയാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് ഉള്ളത്. എന്നാൽ വർഷാവസാനം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ സമയം തന്നെയാകുന്നു. നല്ലതും മോശവുമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് 2026. പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധി വരെ തീരുന്ന ഒരു വർഷം തന്നെയായി മാറാം. കൂടാതെ അനാവശ്യമായ ചെലവുകൾ, ആഡംബരപൂർണമായ ചില ചെലവുകൾക്കാണ് എങ്കിലും സാധ്യത കൂടുതലാണ്. അതൊരു കാര്യം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുമാകാം. അത്തരത്തിൽ അനാവശ്യമായ ചിലവ്, പണം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചിലവായി പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഒരുപാട് നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഈ വർഷം കൂടുതലാണ്. കർമ്മരംഗവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ്. കർമ്മരംഗത്ത് നേട്ടങ്ങൾ കൂടുതലായും വന്ന് ചേരാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഭാഗ്യം പല കാര്യങ്ങളിലും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിധിയിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. വിധിയിൽ പുരോഗതി നേടുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയും വിധിയിൽ പുരോഗതി നേടുകയും ചെയ്യാവുന്ന ഒരു സാഹചര്യം. ദൂരയാത്രകൾ നിങ്ങൾക്ക് ഗുണകരമായി തീരാം. അത് തൊഴിലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. എന്നാൽ ആ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം വിനോദയാത്രകളാണ് എങ്കിലും അത് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷകരമായ നിമിഷങ്ങൾ സമ്മാനിക്കാവുന്ന ഒരു സമയം കൂടിയാകുന്നു. വിനോദയാത്രകൾ ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ്. പൊതുപ്രവർത്തകർക്ക് അനുകൂലമായ സമയമായി തന്നെ പരാമർശിക്കാം. കൂടാതെ വീട്, ഭൂമി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന ഒരു സാഹചര്യം വന്നു ചേരാം. അതായത് നിങ്ങളുടെ പേരിലേക്ക് മാറുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ വീട്, പുതിയ സ്ഥലം ഇവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, അത്തരം കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ അത് വിജയം കാണാവുന്ന ഒരു വർഷമായി തന്നെ 2026 മാറാം. അപകട സാധ്യതകൾ കൂടുതലുള്ള സമയമാണ്. എങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആരോഗ്യപരമായ ഉയർച്ച, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്ന രോഗദുരിതങ്ങളാൽ പോലും വിഷമകരമായ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവർക്കും ആരോഗ്യപരമായി പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമായി തന്നെ 2026 മാറാവുന്നതാണ്. വർഷത്തിന്റെ മധ്യത്തിൽ വീട്ടിലെ കാര്യങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം പ്രധാനമായും അല്പം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി തീരും. വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ്. സന്താനഭാഗ്യം, വിവാഹം പോലുള്ള കാര്യങ്ങൾ ഈ സമയം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സ്ത്രീകൾക്ക് മാനസികപരമായ പ്രയാസങ്ങൾ വർദ്ധിക്കാവുന്ന ഒരു സമയം. അലച്ചിൽ പോലുള്ള കാര്യങ്ങൾ ഈ സമയം
നിങ്ങൾക്ക് കൂടുതലായും സംഭവിക്കാൻ സാധ്യതയുള്ള വർഷം തന്നെയാകുന്നു. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് അസുഖങ്ങൾ വന്ന് ചേരുവാൻ, അതായത് മാതാപിതാക്കൾക്ക് അസുഖങ്ങൾ വന്ന് ചേരുക, ആശുപത്രിവാസം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഒരു വർഷം തന്നെയാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പോലും അനുകൂലമായ സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. തൊഴിൽപരമായ മാറ്റങ്ങൾ വന്നു ചേരുക, ശമ്പള വർധനവ് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം നിങ്ങൾക്ക് കളവ് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും നഷ്ടമാകുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായും ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂട്ടുകച്ചവടം അനുകൂലമായി ഭവിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുക. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. സംസാര കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളത്. സംസാര കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വളരെയധികം തിരിച്ചടികൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അടുത്തുള്ളവരുടെ വിയോഗത്തിൽ മാനസികപരമായ പ്രയാസങ്ങൾ വന്നു ചേരാം. ചില വ്യക്തികളുടെ വിയോഗത്തിൽ പ്രധാനമായും മാനസികപരമായ പ്രയാസങ്ങൾ വന്നു ചേരും. അത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ കുടുംബത്തിലെ ബന്ധുക്കൾ പോലുള്ളവരുടെ വിയോഗത്താലും മാനസികപരമായ പ്രയാസങ്ങൾ വന്നു ചേരാം. അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ബഹുമാനിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടുമാകാം. ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അത് മാതാവോ അല്ലെങ്കിൽ അച്ഛനോ സഹോദരങ്ങളോ പങ്കാളിയുമോ ആയി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ടാകാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യത കൂടുതലുള്ള വർഷമാണ്. സന്താനങ്ങൾക്ക് ജോലി പോലുള്ള കാര്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലുള്ള വർഷമാണ്. പഴയകാല സുഹൃത്തുക്കളാൽ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നതും വാസ്തവമാണ്. നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കാത്തതായ ചില പ്രശ്നങ്ങൾ അവരുടെ മധ്യസ്ഥതയാൽ പോലും പരിഹരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ചുറ്റും ശത്രുക്കളുള്ള സാഹചര്യം തന്നെയാണ് നിങ്ങൾക്കുള്ളത്. കണ്ണേറ്, പ്രാക്ക്, അസൂയ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ വളരെയധികം നിറഞ്ഞിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥ പോലും ജീവിതത്തിൽ ഉള്ളവരാണ്. ജീവിതശൈലി രോഗങ്ങൾ വന്ന് ചേരാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. പെട്ടെന്ന് തന്നെ ചികിത്സിക്കുവാനുള്ള വഴികൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രോഗദുരിതങ്ങൾ, അതായത് രോഗങ്ങൾ വന്നു ചേരുകയാണ് എങ്കിൽ അത് വച്ചുകൊണ്ടിരിക്കരുത്. ശരിയായ ചികിത്സ നിങ്ങൾ നേടുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ആഗ്രഹിച്ച കാര്യങ്ങൾ അവസാന നിമിഷം നടക്കാത്തതായ സാഹചര്യങ്ങൾ പലപ്പോഴും വരും. പല കാര്യങ്ങളിലും വാനോളം പ്രതീക്ഷകൾ ഉയർത്തി അവസാനം ഇത്തരം ചില വിഷമകരമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. നിത്യവും ഈ സമയം നിങ്ങൾ പ്രധാനമായും ഗണപതി ഭഗവാനെ ഭജിക്കുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാണ്. ഗണപതി മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക. നിത്യവും മഹാലക്ഷ്മി ദേവിയെ നിങ്ങൾ ആരാധിക്കുക. അതോടൊപ്പം പരമശിവനെ ആരാധിക്കുകയും ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും, ഗണപതി ഭഗവാന് വർഷത്തിന്റെ തുടക്കത്തിൽ കറുകാമാലയും ഗണപതി ഹോമവും നടത്തി പ്രാർത്ഥിക്കുക. ദേവീക്ഷേത്രത്തിൽ ശ്രീസൂക്ത പുഷ്പാഞ്ജലിയും സാധിക്കും എങ്കിൽ ഭഗവതി സേവ കൂടി നടത്തി പ്രാർത്ഥിക്കുക. അത് ആ വർഷം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തീരുന്നതിന് സഹായകരമായി തീരും. ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പറഞ്ഞിരിക്കുന്നത് പൊതുഫലപ്രകാരമാകുന്നു.